ഹായ് വെരി ഗുഡ് മോർണിംഗ്. സോ ഇന്നത്തെ 5 AM ക്ലബിലെ സെഷനിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു പുഞ്ചിരിയോടുകൂടി ഇന്നത്തെ ദിവസം ആരംഭിക്കൂ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഷഫീഖ് സാറുമായിട്ട് ചെറിയൊരു കൊളാബറേഷനിലാണ് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സിൽ ഒരു ചെറിയ ടോപ്പിക്കാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നേത്ര വൈകല്യങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 പോയിൻ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 6 പോയിൻ്റാണ് നമ്മുടെ ഈ വളരെ ചെറിയൊരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൻ്റെ ഇടയിൽ നമ്മൾ പഠിച്ചെടുക്കാൻ പോകുന്ന ഒരു 6 പോയിൻ്റാണ്. ആ 6 പോയിന്റിൽ ആദ്യത്തെ പോയിന്റ് നിയർ പോയിന്റ്, 2 ഫാർ പോയിന്റ്, 3 സമഞ്ജനക്ഷമത എന്ന് പറഞ്ഞിട്ടൊരു ടേം, പിന്നെ ഒരു ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്. ഇങ്ങനെ 6 പോയിന്റുകൾ മാത്രം പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? 5 AM ക്ലബിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി നിങ്ങളുടെ ബാക്കിയുള്ള റൊട്ടീൻ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കിടക്കും. സോ നിയർ പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നതുപോലെ ഒരു വസ്തുവിനെ വളരെ ക്ലോസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ, വളരെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിനെ കാണണമെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്, ശരിയല്ലേ? ഒരു ഇത്തിരി സ്ട്രെയിൻ കൂടുതലായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയി കാണാൻ വേണ്ടിയിട്ട് കണ്ണിൽ നിന്ന് നിശ്ചിത അകലത്തിലായിരിക്കണം വസ്തു ഇരിക്കേണ്ടത്, ആണല്ലോ. ഒരു പുസ്തകം എടുത്തു വെച്ചിട്ട് വളരെ ചേർത്ത് വെച്ച് വായിക്കാറില്ല. ഉറങ്ങി വീഴുമ്പോഴത്തേക്കും എന്ത് ചെയ്യുമായിരിക്കും? അങ്ങ് ചേർന്ന് പോകുമായിരിക്കും. അതല്ലാതെ സ്ട്രെയിൻ ഇല്ലാതെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു നിശ്ചിത അകലത്തിൽ വയ്ക്കുമ്പോഴായിരിക്കും. അങ്ങനെയാണെങ്കിൽ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം അറിയപ്പെടുന്ന പേരാണ് എന്താ? നിയർ പോയിന്റ്. ഒന്നുകൂടെ, വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും ചുരുങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ അകലം അറിയപ്പെടുന്ന പേരാണ് നിയർ പോയിന്റ്. ഒന്നുകൂടെ പോവാം. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലം അറിയപ്പെടുന്ന പേരാണ് നിയർ പോയിന്റ്. ആരോഗ്യമുള്ള നേത്രത്തിന് നിയർ പോയിന്റ് എത്രയാണെന്ന് അറിയാമോടാ? 25 സെന്റിമീറ്റർ ആണ്. ആരോഗ്യമുള്ള നേത്രത്തിന് നിയർ പോയിന്റ് എത്രയായിരുന്നു? 25 സെന്റിമീറ്റർ ആണ്. ആരോഗ്യമുള്ള നേത്രത്തിന് നിയർ പോയിന്റ് 25 സെന്റിമീറ്റർ ആണ്. നിങ്ങൾക്ക് 25 സെന്റിമീറ്ററിൽ കുറച്ച് കൂടുതലാണെന്ന് കരുതി ടെൻഷൻ ഒന്നും ആവണ്ട. റേഞ്ചിങ് ബിറ്റ്വീൻ ഓക്കെ, ഒരു 20 മുതൽ 30 വരെയൊക്കെ ആവറേജ് റീഡിംഗ് വരുന്നതാണ്. അപ്പോൾ ആരോഗ്യമുള്ള നേത്രത്തിന്റെ നിയർ പോയിന്റ് എത്രയായിരുന്നു? 25 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ ആണ്. രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. ഫാർ പോയിന്റ്. എന്തായിരിക്കും ഫാർ പോയിന്റ്? നിയർ പോയിന്റ് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് എങ്കിൽ ഫാർ പോയിന്റ് എന്തായിരിക്കും? വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കൂടിയ അകലം അറിയപ്പെടുന്ന പേരായിരുന്നു എന്ത്? ഫാർ പോയിന്റ്. ഞാനിത് സാധാരണഗതിയിൽ ക്ലാസ്സിലൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഫാർ പോയിന്റ് എത്രയായിരുന്നു? അത് 40 മീറ്റർ, 50 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം മറുപടി കൊടുക്കാറുണ്ട്, എന്തായിരുന്നടാ ഞാനിങ്ങനെ ഇപ്പോഴും ഈ പ്രായത്തിലും മറ്റേ പ്ലെയിൻ ഇങ്ങനെ മുകളിലൂടെ പോവുകയാണെങ്കിൽ ഞാനിങ്ങനെ വായും തുറന്ന് നോക്കി നിൽക്കും, അല്ലേ? രാത്രിയൊക്കെ ഒന്ന് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ കഴിയാറുണ്ട്. എന്തിനേറെ പറയുന്നു, സൂര്യനെ നല്ല പോലെ കാണാൻ കഴിയാറുണ്ട്, ശരിയല്ലേ? ഇതൊക്കെ വളരെ അടുത്തുള്ള വസ്തുക്കളാണോ? അല്ല, അത്രയും ദൂരത്തിലിരിക്കുന്ന വസ്തുക്കളാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നടാ? വിദൂരതയാണ്, അല്ലെങ്കിൽ അനന്തതയാണ്, ഇൻഫിനിറ്റി ആണ് എന്നുള്ള കാര്യം കൃത്യമായി ഒന്ന് ഓർമ്മിച്ചേക്കുക. പറഞ്ഞു വന്നത്, വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് നിയർ പോയിന്റ്. ആരോഗ്യമുള്ള നേത്രത്തിന് നിയർ പോയിന്റ് എത്രയായിരുന്നു? 25 സെന്റിമീറ്റർ ആണ്. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കൂടിയ അകലം അറിയപ്പെടുന്ന പേരായിരുന്നു എന്ത്? ഫാർ പോയിന്റ്. ആരോഗ്യമുള്ള നേത്രത്തിന്റെ ഫാർ പോയിന്റ് എത്രയായിരുന്നു? അനന്തതയാണ്, അല്ലെങ്കിൽ വിദൂരതയാണ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സമഞ്ജനക്ഷമത. കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചെടുത്തേക്കണം. സമഞ്ജനക്ഷമത. സിമിലർ വേർഡുകളാണ് വീക്ഷണ സ്ഥിരത, ത്രിമാന കാഴ്ച. ഇതെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് സമഞ്ജനക്ഷമത. വേറെ ഒന്നുമല്ല, ഈ +2 സയൻസ് എടുത്ത ആൾക്കാർക്ക് നമുക്ക് അറിയാവുന്ന ഒരു പരീക്ഷണമാണ് ഈ കോൺവെക്സ് ലെൻസിൻ്റെ അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണത്തിൻ്റെയൊക്കെ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം. അതിന് കൃത്യമായിട്ടുള്ള ഒരു രീതിയൊക്കെ ഉണ്ടല്ലേ. അവിടെ നമ്മൾ UV മെത്തേഡ്, 1/U 1/V ഗ്രാഫ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രീതികളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ഉടായ്പ് എന്താണെന്നറിയോ? ആ ലെൻസിനെ എടുത്ത് വെച്ച ശേഷം വളരെ ദൂരത്തുള്ള ഒരു വസ്തുവിനെ അതിലേക്ക് ഫോക്കസ് ചെയ്യും. ശേഷം എന്ത് ചെയ്യും? അതിൻ്റെ നിശ്ചിത അകലത്തിൽ ഒരു സ്ക്രീനിനെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്താണോ അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച, അതിൻ്റെ ഒരു പ്രൊജക്ഷൻ ഇവിടെ കിട്ടും. ഓക്കെ അല്ലേ? അതിൻ്റെ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് ഉദാഹരണത്തിന് എൻ്റെ കയ്യിലിരിക്കുന്ന ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കൃത്യം 10 സെന്റിമീറ്റർ അകലെ വയ്ക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ ചിത്രം അല്ലെങ്കിൽ ഈ കാഴ്ച കൃത്യമായി കാണാൻ കഴിയുന്നത്. എൻ്റെ കണ്ണിൻ്റെ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെന്ന് കരുത് തൽക്കാലത്തേക്ക്. ഓക്കെ അല്ലേ? എൻ്റെ നേത്ര ലെൻസിൻ്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ. ഞാനിങ്ങനെ വാഹനം ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. വാഹനം ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ എന്നെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാം. കൃത്യം 20 സെന്റിമീറ്ററിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കുന്നു അതെന്താണ്? ഒരു ലോറി ആയിരുന്നു എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ അതെൻ്റെ ആദ്യത്തെയും ബാക്കി ഞാൻ ഫില്ല് ചെയ്യുന്നില്ല. ഓക്കെ, പറഞ്ഞു വന്നത്, അങ്ങനെ കണ്ണിൻ്റെ അല്ലെങ്കിൽ നേത്ര ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൃത്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ വസ്തുവിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച്, ഓക്കെ ആണോ? വസ്തുവിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് നേത്ര ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവ് അറിയപ്പെടുന്ന പേരാണ് എന്താ? സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ. ഒന്നുകൂടെ പറയാം, വസ്തുവിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച്, അതായത് അകലെയുള്ള വസ്തുക്കളാണെങ്കിൽ അങ്ങനെ, അടുത്തിരിക്കുന്ന വസ്തുക്കളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ വസ്തുവിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് നേത്ര ലെൻസിന്റെ, ഇതിപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ് അല്ലേ? നേത്രത്തിനുള്ളിലുള്ള ലെൻസ് എന്ന് പറയുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ആ കോൺവെക്സ് ലെൻസിന്റെ വക്രത, അതായത്
കർവേച്ചറിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവ് അറിയപ്പെടുന്ന പേരായിരുന്നു എന്താ? സമഞ്ജനക്ഷമത. അപ്പോൾ ഒന്നുകൂടെ പോവാം. അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനോടകം പറയാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായിരുന്നു സമഞ്ജനക്ഷമത? വസ്തുവിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് നേത്ര ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവ് അറിയപ്പെടുന്ന പേരായിരുന്നു എന്താ? സമഞ്ജനക്ഷമത. പവർ ഓഫ് അക്കോമഡേഷൻ. ക്ലിയർ ആണ്. അപ്പോൾ കർവേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കുമായിരിക്കും? ആ ഒരൊറ്റ കാര്യം കൂടെ ഇതിനോട് ചേർത്ത് തന്നെ ഓർമ്മിച്ചേക്കണം. ഫോക്കസ് ദൂരം കൂടിയാൽ കർവേച്ചർ കൂടിയാൽ ഫോക്കസ് ദൂരം കുറയുന്നു. തിരിച്ച് ഇൻവേഴ്സ് റിലേഷൻ ആണ് ഇവർ തമ്മിൽ. വളവ് അല്ലെങ്കിൽ ലെൻസിന്റെ വക്രത ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഫോക്കസ് ദൂരം കുറയുന്നു എന്നുള്ള കാര്യം വേണം മനസ്സിലാക്കാൻ. കർവേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തായിരുന്നു വക്രത കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂടും? ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ എന്തോന്നാ സമഞ്ജനക്ഷമത? വസ്തുവിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് നേത്ര ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള കഴിവ് അറിയപ്പെടുന്ന പേരായിരുന്നു സമഞ്ജനക്ഷമത. അതിനു മുമ്പ് നിയർ പോയിന്റും ഫാർ പോയിന്റും എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് നിയർ പോയിന്റ്, വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കൂടിയ അകലമാണെന്ത്? ഫാർ പോയിന്റ് എന്ന് പറയുന്ന സംഗതി. അപ്പം 3 ടേം സെറ്റാണ്. ഇനി പോകുന്നതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മേഖല. ഇതിപ്പോൾ എന്താണ് കൃത്യമായിട്ട് ഇതിൻ്റെ ഇമേജ് ഫോർമേഷൻ്റെ ഒരു കാര്യം മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ നേത്രമാണ് അല്ലേ, മനുഷ്യൻ്റെ നേത്രമാണ് തന്നിരിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രകാശരശ്മികൾ ഇതാ ഇങ്ങനെ കയറുന്നുണ്ട്, ചെന്ന് പതിക്കുന്നത് നമ്മുടെ ലെൻസിലാണ്, നേത്ര ലെൻസിലാണ്. കൃത്യമായി പ്രതിബിംബ രൂപീകരണം നടന്നിരിക്കുന്നത് ഏത് പാളിയിലാണ്ടാ? റെറ്റിനയിലാണ്. റെറ്റിനയിലെ പീതബിന്ദുവാണ്. അത് ബയോളജിക്കലാണ്, അപ്പം ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇനി റെറ്റിനയിലാണ് പ്രതിബിംബ രൂപീകരണം നടക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കാരണം പ്രതിബിംബ രൂപീകരണം റെറ്റിനയിൽ നടക്കാതെ വരും. ഈ അവസ്ഥയെ നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് നേത്ര വൈകല്യങ്ങൾ. ഓക്കെ ആണല്ലോ? പ്രതിബിംബ രൂപീകരണം കൃത്യമായി റെറ്റിനയിൽ തന്നെ നടക്കാത്ത അവസ്ഥയെ വിളിക്കാൻ പോകുന്ന പേരാണ് എന്ത്? നേത്ര വൈകല്യങ്ങൾ. അപ്പോൾ അതിൽ ആദ്യത്തെ നേത്ര വൈകല്യത്തിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതേതായിരുന്നു? ഹ്രസ്വദൃഷ്ടി. ഓക്കെ ആണല്ലോടാ? ഹ്രസ്വദൃഷ്ടിയിലേക്ക് സ്വാഗതം. ചോദിച്ചിട്ടുള്ള ചോദ്യം ഇങ്ങനെയാണ്: ക്ലാസ് റൂമിലെ കുട്ടിക്ക് തൻ്റെ പുസ്തകത്തിലെ കാഴ്ചകൾ വ്യക്തമായി കാണാൻ കഴിയുകയും ബോർഡിൽ എഴുതുന്ന കാഴ്ചകൾ കൃത്യമായി കാണാൻ കഴിയുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഏതാണ്? അല്ലെങ്കിൽ എന്താണ് ആ പറഞ്ഞ കുട്ടി അനുഭവിക്കുന്ന നേത്ര വൈകല്യം എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരം ഹ്രസ്വദൃഷ്ടിയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഹ്രസ്വദൃഷ്ടി എന്താണെന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയാം. അടുത്തിരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥ. ഓക്കെ ആണല്ലോ? ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അടുത്തിരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥ അറിയപ്പെടുന്ന പേരായിരുന്നു എന്താ? ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി അറിയപ്പെടുന്ന മറ്റ് പേരുകൾ നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ്. എന്തായിരുന്നാ? നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ്. ഓക്കെ അല്ലേ? സൈറ്റഡ്നെസ്. അപ്പം നിയർ സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് എന്നാണ് ഹ്രസ്വദൃഷ്ടി അറിയപ്പെടുന്നത്. ശരിക്കുമുള്ളവൻ്റെ പേര് മയോപ്പിയ എന്നാണ്. എന്തായിരുന്നു? മയോപ്പിയ. അപ്പോൾ പേരിലുള്ളത് കാണാടെ, ഷോർട്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നിയർ ആയിട്ടുള്ളത്, ഹ്രസ്വത്തിലുള്ളത്, ഏറ്റവും അടുത്തുള്ള വസ്തുക്കളെ കൃത്യമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ കൃത്യമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണെന്ത്? ഹ്രസ്വദൃഷ്ടി. ക്ലിയർ ആണല്ലോ? അടുത്തിരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണെന്ത്? മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി. ഇനി ഇവിടെ എന്താണ് കാരണമെന്ന് തേടി പോകുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത്, നേരത്തെ പറഞ്ഞു റെറ്റിനയിലാണ് എന്ത്? പ്രതിബിംബ രൂപീകരണം നടക്കുന്നത് അല്ലേ? റെറ്റിനയിലാണ് പ്രതിബിംബ രൂപീകരണം നടക്കേണ്ടത്. പക്ഷെ ചില കാര്യങ്ങൾ കാരണം ഇവിടെ റെറ്റിനയ്ക്ക് മുന്നിലാണ് പ്രതിബിംബ രൂപീകരണം നടക്കുക. ഓക്കെയാണ്? ഇവിടെ പ്രതിബിംബ രൂപീകരിക്കുന്നത് എവിടെയായിരുന്നാ? പ്രതിബിംബ രൂപീകരണം നടക്കുന്നത് റെറ്റിനയ്ക്ക് മുന്നിലാണ്. പ്രതിബിംബ രൂപീകരണം നടക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി, ഒന്ന് നേത്രഗോളം വികസിക്കുന്നത്. നേരത്തെ നമ്മൾ ചിത്രം നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി സാധാരണഗതിയിൽ റെറ്റിനയിലാണ് പ്രതിബിംബം രൂപീകരിക്കപ്പെടേണ്ടത്. നേത്രഗോളം ഒന്ന് വികസിക്കുകയാണെന്ന് കരുതുക. ഇങ്ങനെ പോയി നേത്രഗോളം വികസിച്ചു, റെറ്റിന ദാ ഇവിടെ വന്നു. ഇപ്പോൾ ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന എവിടെയാണ്? റെറ്റിനയ്ക്ക് മുന്നിലല്ലേ? അപ്പോൾ ഒന്നാമത്തെ കാരണമായിട്ട് നമ്മൾ പറയുന്നു നേത്രഗോളം വികസിക്കുന്നത്. നേത്രഗോളം വികസിക്കുന്നത് ഒന്നാമത്തെ കാരണം നേത്രഗോളം വികസിക്കുന്നത്. ചേർത്ത് തന്നെ ഓർമ്മിച്ചേക്കണം, ലെൻസിന്റെ പവർ കൂടുന്നത്. എന്തായിരുന്നാ? ലെൻസിന്റെ പവർ കൂടുന്നത്. അതിന്റെ മറ്റൊരു വെർഷനാണ് എന്ത്? ഫോക്കസ് ദൂരം കുറയുന്നത്. അപ്പം 3 കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1 നേത്രഗോളം വികസിക്കുന്നത്, 2 ലെൻസിന്റെ പവർ കൂടുന്നത്, 3 ഫോക്കസ് ദൂരം കുറയുന്നത്. ഇത് 3ആണ് എന്തിന് കാരണങ്ങൾ എന്ന് പറയുന്നത്? ഹ്രസ്വദൃഷ്ടിക്ക് കാരണങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ലല്ലോ. നമ്മുടെ മറ്റേ കണ്ണട വയ്ക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഏത് ലെൻസ് ഉപയോഗിക്കണം? ചെറിയ പേരിന് വലിയ ലെൻസ് എന്ന് പറയാം തൽക്കാലത്തേക്ക്. അല്ലെങ്കിൽ നിങ്ങളുടെ മലയാളത്തിൽ തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെ ഓർമ്മിച്ചാൽ മതി. കണക്ഷൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുകയാണ്, ചെറിയ പേരിന് വലിയ ലെൻസ്. അതായത് കോൺവെക്സ് എന്ന് എഴുതുമ്പോൾ 6 അക്ഷരമേ ഉള്ളൂ ഇംഗ്ലീഷിൽ. കോൺകേവ് എന്ന് എഴുതുമ്പോഴത്തേക്ക് എത്ര അക്ഷരമുണ്ട്? 7 അക്ഷരമുണ്ട്. അപ്പോൾ ഇത് വലിയ ലെൻസ്. ഓക്കെ ആണല്ലോ?
ചെറിയ പേരിന് ഹ്രസ്വദൃഷ്ടിക്ക് വലിയ ലെൻസ്, ഹ്രസ്വദൃഷ്ടിക്ക് വലിയ ലെൻസ്. അപ്പോൾ കോൺകേവ് ലെൻസ്, അനുയോജ്യമായ പവറിലുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ പരിഹരിക്കാം? ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാം. അനുയോജ്യമായ പവറിലുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെ പരിഹരിക്കാടാ? ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാം എന്നുള്ള കാര്യം കൂടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് ടാബുലേറ്റ് ചെയ്യണം കേട്ടോ. അത് നമുക്ക് അടുത്തതും കൂടെ പറഞ്ഞതിന് ശേഷം പോകാം. ദീർഘദൃഷ്ടി. എന്തായിരിക്കും ദീർഘദൃഷ്ടി? പേര് തന്നെ ഉണ്ടല്ലോ, ദീർഘം. വളരെ ദൂരത്തുള്ള അല്ലെങ്കിൽ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് എന്ത്? ദീർഘദൃഷ്ടി. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തിരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥയാണ് ദീർഘദൃഷ്ടി. കാരണം നേരത്തെ തന്നെ എക്സാക്ട് ഓപ്പോസിറ്റ്. അവിടെ നമ്മൾ പറഞ്ഞു നേത്രഗോളം വികസിക്കുന്നത്, ഇവിടെ നമ്മൾ പറയുന്നു നേത്രഗോളം ചുരുങ്ങുന്നത്. അവിടെ പറഞ്ഞു ലെൻസിന്റെ പവർ കൂടുന്നത്, ഇവിടെ നമ്മൾ പറയുന്നു ലെൻസിന്റെ പവർ കുറയുന്നത്. മൂന്നാമത് പറഞ്ഞു ഫോക്കസ് ദൂരം കുറയുന്നത് എന്ന് അവിടെ പറഞ്ഞു, ഇവിടെയാണെങ്കിൽ ഉത്തരം എന്തായിരിക്കും? ഫോക്കസ് ദൂരം കൂടുന്നത് എന്നുള്ളതാണ് ഉത്തരം. എടാ, വലിയ പേരിന്, അതായത് ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ് ഇവന്റെ പേര്, അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്നാണ് ഇവന്റെ പേര്, അതുമല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ് എന്നാണ് ഇവന്റെ പേര്. ഓക്കെ അല്ലടാ, ഫാർ സൈറ്റഡ്നെസ് എന്നാണ് ഇവന്റെ പേര്. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വലിയ പേരിന് ചെറിയ ലെൻസ്. ഏതാ ചെറിയ ലെൻസ്? അനുയോജ്യമായ പവറിലുള്ള കോൺവെക്സ് ഉപയോഗിച്ചാൽ മതി. അനുയോജ്യമായ പവറിലുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പരിഹരിക്കാടാ? ദീർഘദൃഷ്ടി പരിഹരിക്കാം എന്നുള്ള കാര്യം കൂടെ കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഒന്നുകൂടെ എന്തായിരുന്നു? ഇതിനെ നമുക്കൊന്ന് ടാബുലേറ്റ് ചെയ്തിട്ട് എന്താണ് ആ സാധനം എന്നുള്ള കാര്യം എന്താ ഇവിടെ കൃത്യമായിട്ട് വരണം. ഓക്കെ അല്ലടാ, ഞാൻ 2 കോളം ആക്കാൻ പോകുന്നു. ഒന്ന് ഹ്രസ്വദൃഷ്ടി, മറ്റൊന്ന് ദീർഘദൃഷ്ടി. ഓക്കെ അല്ലേ? ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് ഈ സാധനമാണ്. അപ്പോൾ ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി നമ്മൾ 2 ടേബിളാക്കി. ശേഷം പറഞ്ഞു, ഹ്രസ്വത്തിൻ്റെ അകത്ത് പറഞ്ഞു അടുത്തിരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും അല്ലേ, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. അപ്പുറത്ത് പറയാം എന്തായിരുന്നു? അടുത്തിരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല, അടുത്തിരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും. ഓക്കെ അല്ലേ? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയും. ഹ്രസ്വദൃഷ്ടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? മയോപ്പിയ. എന്നാൽ ദീർഘദൃഷ്ടി അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? ഹൈപ്പർ മെട്രോപ്പിയ. എന്തായിരുന്നടാ? ഹൈപ്പർ മെട്രോപ്പിയ. ഓക്കെ അല്ലേ? ദീർഘദൃഷ്ടി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹൈപ്പർ മെട്രോപ്പിയ. മൂന്നാമത്തെ കാര്യം, ഹ്രസ്വദൃഷ്ടിക്ക് കാരണങ്ങൾ തേടിപ്പോയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി പ്രതിബിംബ രൂപീകരണം നടക്കുന്നത് റെറ്റിനയ്ക്ക് മുന്നിൽ അല്ലേ, റെറ്റിനയ്ക്ക് മുന്നിൽ. അപ്പുറത്താണെങ്കിലോ റെറ്റിനയ്ക്ക് പുറകിൽ അല്ലെങ്കിൽ റെറ്റിനയ്ക്ക് പിന്നിൽ അല്ലേ, റെറ്റിനയ്ക്ക് പിന്നിലാണെന്ത്? പ്രതിബിംബ രൂപീകരണം നടക്കുന്നത്. അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞു കാരണങ്ങൾ തേടിപ്പോയി. നേത്രഗോളം നേത്രഗോളം എന്ത് ചെയ്യുന്നത്? വികസിക്കുന്നത്. നേത്രഗോളം വികസിക്കുന്നത്. അപ്പുറത്ത് നമുക്ക് എഴുതാം നേത്രഗോളം ചുരുങ്ങുന്നത്. ഓക്കെ അല്ലേ? നേത്രഗോളം ചുരുങ്ങുന്നത്. ലെൻസിന്റെ പവറോ? ലെൻസിന്റെ പവർ കൂടുന്നതാണ് ഇവിടുത്തെ കാരണമെങ്കിൽ അവിടെ ലെൻസിന്റെ പവർ കുറയുന്നത്. ഓക്കെ അല്ലടാ, പവർ കുറയുന്നതാണ് എന്തിന് കാരണം? ദീർഘദൃഷ്ടിക്ക് കാരണം. പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് ചെറിയ പേരിന് വലിയ ലെൻസ്. എന്തായിരുന്നടാ? അനുയോജ്യമായ പവറിലുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ പരിഹരിക്കാം. അനുയോജ്യമായ പവറിലുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തും പരിഹരിക്കാം? ദീർഘദൃഷ്ടിയും പരിഹരിക്കാം. ഓർമ്മിക്കേണ്ടത് ഇൻ ബിറ്റ്വീൻ ലെൻസിന്റെ പവർ പറയുമ്പോൾ അവിടെ തന്നെ ഓർമ്മിക്കേണ്ട മറ്റൊരു പോയിന്റ് ആയിരുന്നു എന്താ? ഫോക്കസ് ദൂരം. പവർ കൂടിയാൽ ഫോക്കസ് കുറയും കേട്ടോ, ഫോക്കസ് ദൂരം കുറയും. അപ്പോൾ ഇവിടെ പവർ കുറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ദൂരം എന്ത് ചെയ്യും? കൂടും. ഇത്രയേ ഉള്ളൂ സാധനം. ഇതായിരിക്കണം ഇന്നത്തെ ഔട്ട്പുട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ചാർട്ടാണ്, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺസൈസ് ആയിട്ട് ചാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിൽ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ 2 കോൾ അറേഞ്ച്മെന്റ് അവിടെ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി. എന്തോന്നാ ഹ്രസ്വദൃഷ്ടി? അടുത്തിരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥ. ഇനി പറഞ്ഞു അതിൻ്റെ മറ്റു പേരുകളാണ് നിയർ സൈറ്റഡ്നെസ്, ഷോർട്ട് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ മയോപ്പിയ. ഓക്കെ അല്ലേ? പ്രതിബിംബ രൂപീകരണം നടക്കുന്നത് റെറ്റിനയ്ക്ക് മുന്നിൽ. അതിൻ്റെ കാരണം തേടിപ്പോയപ്പോഴത്തേക്കും മനസ്സിലായി നേത്രഗോളം വികസിക്കുന്നത്, ലെൻസിൻ്റെ പവർ കൂടുന്നത്, പിന്നെ എന്തായിരുന്നു? ഫോക്കസ് ദൂരം കുറയുന്നത്. അനുയോജ്യമായ പവറിലുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാം. ദീർഘദൃഷ്ടിയിലേക്ക് പോകാം. മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു? ഫാർ സൈറ്റഡ്നെസ്, ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. അടുത്തിരിക്കുന്ന വസ്തുക്കളെ കാണാൻ കഴിയൂലടാ, അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുന്ന അവസ്ഥയാണ് ദീർഘദൃഷ്ടി. റെറ്റിനയ്ക്ക് പിന്നിലാണ് അല്ലെങ്കിൽ റെറ്റിനയ്ക്ക് പുറകിലാണ് എന്ത്? പ്രതിബിംബ രൂപീകരണം നടക്കുക. അതിൻ്റെ കാരണം നേത്രഗോളം ചുരുങ്ങുന്നത്, ലെൻസിന്റെ പവർ കുറയുന്നത്, ഫോക്കസ് ദൂരം കൂടുന്നത്. അതുപോലെ പറയാം അനുയോജ്യമായ പവറിലുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പരിഹരിക്കാം? ദീർഘദൃഷ്ടി പരിഹരിക്കാം. അനുയോജ്യമായ പവറിലുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദീർഘദൃഷ്ടി പരിഹരിക്കാം. ഒറ്റ സാധനം കൂടെ പറഞ്ഞു നിർത്താടാ, വെള്ളെഴുത്ത്. എന്തോന്നാ വെള്ളെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രസ്ബയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവരല്ലേ, ഇത്തിരി പ്രായമായവരില്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പ്രായമായ ആൾക്കാരെയൊക്കെ ഒന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവരൊരു പുതിയ പ്രോഡക്റ്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പത്രമൊക്കെ വായിക്കുന്ന സമയത്ത് ഇത്തിരി ഇങ്ങനെ അകലത്തിൽ വയ്ക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിക്കും.
അല്ലേ? അവർ വളരെ അടുത്ത് വെച്ച് നോക്കുന്നതിനേക്കാൾ ഉപരി ഇത്തിരി അകലത്തിലേക്ക് ഇരിക്കുന്ന പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ കാരണം തേടി പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അത് വെള്ള എഴുത്ത് എന്ന് പറയുന്ന അവസ്ഥ കാരണമാണ്. അപ്പോൾ പ്രായമായവരിൽ നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിൽ അധികമാകുന്നത് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്താ പ്രസ്ബയോപ്പിയ. ഓക്കെ അല്ലേ? പ്രായമായവരിൽ നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിൽ അധികമാകുന്നത് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത്. അനുയോജ്യമായ പവറിലുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പരിഹരിക്കാം? വെള്ളെഴുത്ത് പരിഹരിക്കാം. അനുയോജ്യമായ പവറിലുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളെഴുത്ത് പരിഹരിക്കാം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുക. സെഷൻ നമുക്കിവിടെ ഏകദേശം എൻഡ് ചെയ്യാറായി. 6 പോയിന്റാണ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നത്. എന്തൊക്കെയായിരുന്നു അത്? നിയർ പോയിന്റ്, ഫാർ പോയിന്റ്, സമഞ്ജനക്ഷമത, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്. ഇങ്ങനെ 6 പോയിന്റ്. ഒന്നുകൂടെ എണ്ണി പറഞ്ഞു നോക്കാമോ? എന്തോന്നാ നിയർ പോയിന്റ്? വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ അകലമാണ് നിയർ പോയിന്റ്. ആരോഗ്യമുള്ള നേത്രത്തിന് നിയർ പോയിന്റ് എത്രയായിരുന്നടാ? 25 സെൻറ്റിമീറ്റർ. 2 ഫാർ പോയിന്റ്. എന്തോന്നാ ഫാർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കൂടിയ അകലം അല്ലേ? വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കൂടിയ അകലമാണ് ഫാർ പോയിന്റ്. ആരോഗ്യമുള്ള നേത്രത്തിന്റെ ഫാർ പോയിന്റ് എത്രയായിരുന്നടാ? അനന്തതയാണ് അല്ലെങ്കിൽ വിദൂരതയാണ്. മൂന്നാമത് പറഞ്ഞു സമഞ്ജനക്ഷമത അല്ലെങ്കിൽ പവർ ഓഫ് അക്കോമഡേഷൻ. എന്താ സംഗതി? വസ്തുവിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് നേത്ര ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കസ് ദൂരം ക്രമീകരിക്കാനുള്ള നേത്ര ലെൻസിന്റെ കഴിവ്. പോയിന്റ് അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു. വക്രത കൂടിയാൽ ഫോക്കസ് ദൂരം കുറയും, വക്രത കുറഞ്ഞാൽ ഫോക്കസ് ദൂരം കൂടുകയും ചെയ്യും. ഇനി നമ്മൾ നേത്ര വൈകല്യങ്ങളിലേക്ക് പോയി 2 ഒറ്റ ഗ്രൂപ്പായിട്ട് പറഞ്ഞു അല്ലെ? ടാബുലേറ്റ് ചെയ്ത് പറഞ്ഞു. ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി. ഇതിൽ ആദ്യം ഹ്രസ്വദൃഷ്ടി. മറ്റ് പേരുകൾ പറ. എന്തൊക്കെയായിരുന്നു? നിയർ സൈറ്റഡ്നെസ്, ഷോർട്ട് സൈറ്റഡ്നെസ്, മയോപ്പിയ. അവസ്ഥ എന്താണെന്ന് പറഞ്ഞു നോക്ക്. അടുത്തിരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥ. അതിൻ്റെ കാരണം തേടിപ്പോയപ്പോൾ നമുക്ക് മനസ്സിലായി പ്രതിബിംബ രൂപീകരണം നടക്കുന്ന എവിടെയായിരുന്നടാ? റെറ്റിനയ്ക്ക് മുന്നിലാണ് അല്ലേ? റെറ്റിനയ്ക്ക് മുന്നിൽ പ്രതിബിംബ രൂപീകരണം നടക്കണമെങ്കിൽ നേത്രഗോളം എന്ത് ചെയ്യണം? വികസിച്ചിട്ടുണ്ടാവണം. നേത്രഗോളം വികസിക്കണം, ലെൻസിൻ്റെ പവർ എന്ത് ചെയ്യണം? കൂടണം, പിന്നെ ഫോക്കസ് ദൂരം കുറയണം. പരിഹാരം ചെറിയ പേരിന് വലിയ ലെൻസ്. ഹ്രസ്വദൃഷ്ടിക്ക് കോൺകേവ് ലെൻസ്. ഓക്കെ അല്ലേ? ഹ്രസ്വദൃഷ്ടിക്ക് അനുയോജ്യമായ പവറിലുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരിഹരിക്കാം. ഇനി ദീർഘദൃഷ്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിറ്റോ ഇതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ദീർഘദൃഷ്ടി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റുകളായി. ദീർഘദൃഷ്ടി അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാ? ഫാർ സൈറ്റഡ്നെസ്, ലോങ് സൈറ്റഡ്നെസ്, അതും അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയ. എന്തോന്നാ സംഗതി? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തിരിക്കുന്ന വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ അവസ്ഥ. ഓക്കെ അല്ലേ? അതിന് ശേഷം അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു അവിടെ പ്രതിബിംബ രൂപീകരണം നടക്കുന്നത് റെറ്റിനയ്ക്ക് പുറകിലാണ്. ഇനി റെറ്റിനയ്ക്ക് പുറകിലായതിന് കാരണം തേടിപ്പോയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി നേത്രഗോളം ചുരുങ്ങുന്നത്, ലെൻസിന്റെ പവർ കുറയുന്നത്, അതുപോലെ ഫോക്കസ് ദൂരം കൂടുന്നതാണ് കാരണം. ഇനി പവർ അല്ലെങ്കിൽ അനുയോജ്യമായ പവറിലുള്ള എന്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പേരിന് ചെറിയ ലെൻസ്, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പരിഹരിക്കാം? ദീർഘദൃഷ്ടി പരിഹരിക്കാം. ഏറ്റവും അവസാനം പറഞ്ഞത് വെള്ളെഴുത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ പ്രസ്ബയോപ്പിയെ കുറിച്ചാണ്. എന്തായിരുന്നു പ്രസ്ബയോപ്പിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായവരിൽ നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്ററിൽ അധികമാകുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ത്? പ്രസ്ബയോപ്പിയ എന്ന് പറയുന്ന സംഗതി. ഇവിടെ അനുയോജ്യമായ പവറിലുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് പരിഹരിക്കാം? പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത് പരിഹരിക്കാം. ഇത്രയും സെറ്റല്ലേടാ? ഇന്നത്തെ ദിവസം തുടങ്ങാൻ പറ്റിയൊരു ടോപ്പിക് ആയിരുന്നില്ലേടാ ഇത്? സോ ഇനി ഇത് 1-2 തവണയും കൂടെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ ഒരു ചാർട്ടിൻ്റെ രൂപത്തിലേക്ക് എഴുതി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരിപാടി പിന്നീട് ഇത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ വരില്ല. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഫിസിക്സിനകത്തും ബയോളജിക്കകത്തും പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നു. ഇന്നത്തെ ദിവസം ഉഷാറുള്ളതാവട്ടെ. ബാക്കിയുള്ള പ്രിപ്പറേഷൻ എല്ലാം സ്ട്രോങ് ആയി നടക്കട്ടെ. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ടാറ്റ.